ആ വീട്ടിലിരിക്കുന്ന താടയെക്കാട്ടിൽ എത്രയോ ഭേദമാണ്. നിനക്കറിയാമോ എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നറിയാമോ? ഒരു നോക്ക് കാണാനാണ് രാവിലെ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഐ ലവ് യു, ഐ ലവ് യു, ഐ കിസ് യു. വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ട് സാറേ. ഞാൻ വില്ലേജ് ഓഫീസിൽ വന്നതാ. ആണല്ലേ? അതെ. പക്ഷെ ഇത്രയും ആള് കൂടിയിരിക്കുന്നത് എന്താ? ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ വില്ലേജ് ഓഫീസറിലെ ആള് ഓരോ എന്തെങ്കിലും സാധിച്ചു കൊടുക്കും. തൊഴിലുറപ്പ് പെണ്ണുങ്ങളുടെ പൈസ എവിടെയാണ് കൊടുക്കുന്നത്? തൊഴിലുറപ്പ് പെണ്ണുങ്ങളുടെ പൈസ എവിടെയാണ് കൊടുക്കുന്നത്? മൂത്ത പെങ്ങള് അവിടെ അനിയത്തോടെ പൈസ മേടിക്കാൻ വന്നായിരുന്നു. കണ്ടില്ലല്ലോ, ഇവര് വന്നിച്ച് പോയിന്ന് തോന്നുന്നു. അമ്മിണിയേ, അമ്മിണിയേ, നീ ചിലപ്പോ കരവടയ്ക്കാൻ പോയായിരിക്കും. ചിലപ്പോ കരവടയ്ക്കാൻ പോയതായി. അടച്ചെങ്കിലേ ചിലപ്പോ ഇങ്ങനെ ഓരോന്നോരും പറയൂല്ലോ ഓരോന്നൊരു. സാർക്ക് എന്താ ഇവിടെ ഇവിടെ പരിപാടി? അല്ല, ഞങ്ങള് തൊഴിലുറപ്പിന്റെ വൈഫിനെ പറഞ്ഞു വിട്ടിട്ട് അതിന്റെ പൈസ മേടിക്കാൻ വന്നിരിക്കുക. വന്നിട്ടുണ്ടല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടുപേര്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ രണ്ടുപേര്. ആണോ? എപ്പോഴും പറയും. താടി വെച്ച വല്യമ്മ എന്താ ഇവിടെ വന്നപ്പോ? ഞാൻ പറഞ്ഞില്ലേ, മൂത്ത ചേച്ചിയും രണ്ടാമത്തെ പെങ്ങളും ഇവിടെ ഇതിന്റെ പൈസ മേടിക്കാൻ വന്നു. അപ്പൊ എനിക്കൊന്ന് കരവടച്ചിട്ട് ഇനി ചിലപ്പോ ഇനി പഞ്ചായത്തിൽ കയറിട്ട് ചിലപ്പോ വരുള്ളൂ. അതാണ് നമസ്കാരം. പിന്നെ വില്ലേജ് ഓഫീസറെ കാണാൻ വന്നതാ. ഒരു ചെറിയ 2-3 പരാതികളുണ്ട്. ചെറുതായിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്ത് തരാമെങ്കിലേ. ഞാൻ പറഞ്ഞു തരണോ? പറയില്ല, ഒന്ന് സഹായം. എന്തെങ്കിലും പറ്റിപ്പോയി ആ തട്ടുകേട് കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് സഹായിക്കാം. അന്നേരം എന്നെ വിളിച്ചാൽ മതി. ഓക്കെ അല്ലേ? സന്തോഷം. പിന്നെ തട്ടുകേട് കിട്ടുമ്പോ വിളിച്ചാൽ മതി. ഡിങ്കം മന്നാരി വന്നത് കാര്യം നടത്തി തരും എന്ന് വെച്ച് നമ്മളെ തട്ടിക്കളാൻ വേണ്ടിയല്ല. അല്ലല്ല, തട്ടുകേട് വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ മാത്രം. അങ്ങനെ ആവരുത്. വരുന്നവർക്ക് വലിയ ശല്യമാണല്ലോ ഇയാള്. ആരാ സംസാരിച്ചോ? കുഴപ്പമില്ല. ആരാണ്? നമസ്കാരം സാർ. നമസ്കാരം. ഇരുന്നാട്ടെ. അല്ല സാർ, ഞാൻ ഇവിടെ നിന്നോളാം. എന്നാടെ നിന്നാട്ടെ. അല്ല, ഇരുന്നോളാം. പാന. ഓ, തറ. അയ്യോ, എന്താ സാറേ, കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോ സാറിന്റെ കൈക്ക് ഇങ്ങനെ സംഭവം ഇല്ലായിരുന്നല്ലോ. ഇന്നലെ ഇതെന്താ സംഭവിച്ചാ? ഒന്നും പറയണ്ടോ. ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് ഇച്ചിരി നേരത്തെ വീട്ടിലോട്ടൊന്ന് പോയ വഴിക്ക് നമ്മുടെ കളക്ടറേറ്റിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ, അവിടെ വിദ്യാർത്ഥി സമരം.
പ്രകമ്പന സമരം. ഞാനൊന്നും നോക്കിയില്ല, നേരെ നടന്ന സമരക്കാരുടെ ഇടയിലോട്ട് അങ്ങോട്ട് കയറി കൊടുത്തു. ഒരു പയ്യൻ ഇരുമ്പ് പൈപ്പ് എടുത്തിട്ട് കൈ കിട്ടുന്ന ഒറ്റയ്ക്ക്. എന്റെ പൊണ്ണ് സാറേ, സാറ് വില്ലേജ് ഓഫീസർ അല്ലേ? അതെ. അവിടെ അത്രയും പോലീസായിരുന്നു. ഇപ്പില്ലേ സാർ ഓടിച്ചെന്നാ പോലീസോട് പറഞ്ഞ് ആ പ്രതിയെ പിടിക്കാൻ പറ്റില്ലായിരുന്നോ? കാര്യമില്ലടൂ സാറേ, CC ക്യാമറയിൽ പ്രതികളുടെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ട്. സാറിന് ജസ്റ്റ് പറഞ്ഞാലോ ആ പ്രതിയെ പിടിക്കാൻ പറ്റില്ലേ? ആളിനെയൊക്കെ എനിക്ക് മനസ്സിലായിടൂ. ആളിനെ മനസ്സിലായി? പിന്നെ ആളിനെ എനിക്ക് മനസ്സിലായി. പ്രതി ആരാ? എന്റെ മോൻ തന്നെ അടോ കൈ തല്ലി പിടിച്ചു. എന്റെ പൊണ്ണ് സാറേ, സാറിന്റെ മകൻ എന്തിനാ സാറിന്റെ കൈ തല്ലി ഓടിക്കുന്നത്? അറിഞ്ഞില്ലായിരുന്നോ? ഇല്ലേ. ഇവിടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ആ റിട്ടയർഡ് ആകുന്നതിന് മുമ്പായിട്ട് അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുവോ, അവർ അപകടപ്പെട്ട് മരണപ്പെടുകയോ അബോധാവസ്ഥയിൽ കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ 15 ദിവസത്തിനകത്ത് അവരുടെ മക്കൾക്ക് സർക്കാർ പുതിയ ജോലി കൊടുക്കാതെ ഇപ്പൊ പുതിയ നിയമം വന്നിട്ടുള്ളൂ. സാറേ, ഈ വാർത്ത ഇന്നലെ ഞാൻ പേപ്പർ വായിച്ചതാ. ഞാൻ വായിച്ചില്ലായിരുന്നുള്ളൂ അത്. അതെ, അത് അദ്ദേഹത്തിന്റെ മകനാ വായിച്ചത്. അതുകൊണ്ടാ താണ്ട് ഇരിക്കുന്ന കണ്ടോ. കഷ്ടം. ഭയങ്കര കൃത്യമായിട്ട് ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണെന്ന് തോന്നില്ലേ? അതോ? ഫുൾ ടൈം ജോലിക്കാരനാണോ അവനോ? അതെ. കാണുമ്പോ സാറ് നോക്കി, ഇത് കണ്ടില്ല, ഭയങ്കര ജോലിയാണ് ഇത്. ഈ കാണുന്ന ജോലിയാണ് ഇവിടെ ഇവിടുത്തെ പാർട്ട് ടൈം ജോലിക്കാരനാ. ഇതെയോ? ഇത് പാർട്ട് ടൈം ജോലി എന്ന് പറഞ്ഞാൽ ഉച്ച വരെ ഉള്ള ജോലി. ഉച്ച കഴിഞ്ഞ് എന്തോ അവന്റെ പണിയെന്ന് അറിയാവോ? എന്താണ്? ലോട്ടറി കച്ചവടം. അതിന് നീലടിച്ചോണ്ടിരിക്കുക ഇവിടെ ഇരുന്ന്. എന്നിട്ട് അടി വല്ലതും നടന്നോ? അടി നടന്നത് സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ ഒരു വലിയ അടി ഉണ്ടായിരുന്നു. ദേ ഉദാഹരണം നിൽക്കുന്നു. മറ്റേ പേപ്പർ എടുത്ത് വെക്കണം. 3-4 മാസം മുമ്പ് വന്നല്ലേ? അതിന്റെ പേപ്പർ എന്താ വെച്ചാൽ നേരത്തെ എടുത്ത് വെച്ചേക്കണം. ഇയാളൊരു പേപ്പർ ഉണ്ടായിരുന്നു പറഞ്ഞു. അത് ഇതിനകത്ത് ഈ ഫയലിനകത്ത് കൊണ്ടുവിടുന്നത്. ഏത് പേപ്പറാ സാറേ? മറ്റേ ഈ പൈപ്പ് ലൈനിന്റെ കണക്ഷൻ്റെ അത് ആ ഫയലിനകത്ത് കാണുന്നില്ല. എത്രയും പെടുത്ത് എടുത്ത് പൈപ്പ് ലൈനിന്റെ പേപ്പർ ഇയാൾ അപേക്ഷ തന്നിരുന്നുള്ള നേരാ. ഒരു കടലാസ് ഇവിടെ വന്ന് കിടപ്പുണ്ട്, ഒരു 35,000 രൂപ വാങ്ങിച്ചത്. അതെ, പൈപ്പ് ലൈനിന്റെ പേപ്പറൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു 35,000 രൂപ എടുത്തായിരുന്നോ? എന്തോ 35,000 രൂപ എടുത്തായിരുന്നോ? ഞാനോ? ആ, സത്യസന്ധമായിട്ട് പറയണം. ഞാൻ എടുത്തിട്ടില്ല. അല്ല, ഞാൻ പറയുന്നു കേക്ക്. ഞാനത് വരവ് ഈ വില്ലേജ് ഓഫീസർ ഞാൻ 35,000 രൂപ ഇവിടുന്ന് എടുത്തെന്ന്. ചേച്ചി പറഞ്ഞു, കള്ളന്റെ ലുക്ക് മാത്രമേ ഉള്ളൂ, വർക്കില്ല. സത്യം, ഞാൻ എടുത്തില്ല. എന്റെ പൊന്നു സാറേ, അത്ര ഉള്ള പ്രാപ്തി ഒന്നും വായിക്കൊള്ളവനില്ല. ഞാൻ എടുത്തിട്ടില്ല. അത്രക്കാരനല്ല സാർ, കാണുന്ന പോലല്ല. എന്റെ പൊന്നു സാറേ, ഞാൻ അതല്ല. പശുവിനെ മേടിക്കാൻ ലോൺ 35,000 രൂപ എടുത്തോണ്ട് പോയായിരുന്നു. അത് ലോൺ എടുത്തതാ. എന്നിട്ട് ആ പശുവിനെ മേടിച്ചോ? പശുവിനെ മേടിച്ചില്ല. എന്തോ ഇത്? പശുവിനെ മേടിക്കാണ്ട് പൈസ മേടിച്ച് ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ പെണ്ണുമ്പിള്ള പറഞ്ഞു, എടി 30,000 രൂപ ഉണ്ട്, നമുക്കൊരു പശുവിനെ മേടിക്കാമെന്ന് പെണ്ണുമ്പിള്ള പറഞ്ഞു. ഞാൻ പെണ്ണുമ്പിള്ള പറഞ്ഞു. അപ്പോൾ പെണ്ണുമ്പിള്ള എന്ത് പറയാം, പശുവിനെ ഇവിടെ വളർത്താൻ പറ്റത്തേക്കും ആ പശു ഇവിടെ അപ്പിയിടും, അവിടെ പുല്ല് വാരി വിടും, കറ്റി വാരിയിടും, അവിടെ വൃത്തിയിടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ നമ്മൾ ലോൺ എടുത്തുള്ള പൈസ പിന്നെ പുട്ടടിച്ച് തിന്നാൻ പറ്റുമോ, പശുവിനെ മേടിച്ചാൽ പറ്റുമോ? സാറേ, ഇവള് ഞാനില്ലാത്ത സമയം നോക്കി ഈ 35,000 രൂപയും കൊണ്ട് ആ മുട്ട മൊബൈൽ കിടച്ചെന്ന് ഇത്ര നീളൊരു മൊബൈൽ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നത്. എന്നിട്ട് ഇയാളൊന്നും പറഞ്ഞില്ലയോടോ ആ മൂദേവിയെ? എന്റെ സാറേ, ഞാൻ ചെന്ന് ചോദിച്ചു, എടി വൃത്തികെട്ടവളെ, ഉരുമ്പിട്ടവളെ, എന്തിനാണ് നീ ഫോൺ മേടിച്ച് വെച്ചത്? അപ്പൊ അവള് പറയാ, ചേട്ടാ, നിങ്ങൾ ഈ 30,000 രൂപയുടെ ഈ പശുവിനെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ ഈ പശുവിന്റെ ഏത് വഴി വാട്സപ്പിൽ കയറും, ഏത് സൈഡിൽ ഫേസ്ബുക്കിൽ കയറും, പശുവിനെ കിടന്നാൽ ലൈക്ക് കിട്ടുമോ കമന്റ് കിട്ടുമോ ചോദിച്ചാൽ ഞാൻ എന്തോ പറയാ. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് പറയാം, സാറിന് എന്റെ അപേക്ഷ എടുത്തു വെക്കും, വേറെ കാര്യമൊന്നുമില്ല. അപേക്ഷ ഇപ്പൊ ഞാനത് സാർ എവിടെ വെച്ചത്? ഒരു കാര്യം ചെയ്തു, ഇങ്ങനെ വന്നേ, ഒരു വെള്ള പേപ്പർ ഇവിടുന്ന് മേടിച്ചോണ്ട് പോവാ, ഒരു പുതിയ അപേക്ഷ എഴുതി കൊടുക്കുക. കുഴപ്പമില്ലല്ലോ. അല്ല, ഒരു പുതിയ അപേക്ഷ എഴുതി കൊടുക്കുക. എന്നിട്ട് അതിന്റെ കൂടെ തിരിച്ചറിയൽ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, ജാതി കളിച്ച സർട്ടിഫിക്കറ്റ്, ഇതിന്റെ എല്ലാം കൂടെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എടുത്തോണ്ട് മണ്ടേ വാ. ഓക്കെ. അതെ, ഒരു മിനിറ്റ് വന്നോ. ഇതിന്റെയൊക്കെ കോപ്പി എടുക്കാൻ പറഞ്ഞല്ലോ. പിന്നെ സാറിനൊരു 2 കോപ്പി സാറിന് വേണം. അതല്ല,
2-ന് സാറിന് പോവാം. ഇയാൾക്ക് 2-നും കൂടെ പോയിട്ട് വാ. പിന്നെ 2000 രൂപ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞ മനസ്സിലായോ? ആ. പോ, പോ, പോ. നമസ്കാരം ആ, സർ. ആ, ആ, നമസ്കാരം സർ. ആ, ഇരിക്ക്, ഇരിക്ക്. സർ, ഇരുന്നോ, കുഴപ്പമില്ല. സർ, ആ. എന്റെ ഭർത്താവ് മരിച്ചു. അയ്യോ സോറി മോനെ, ഞാൻ കല്യാണം കഴിച്ചു പോയി. 2 പിള്ളേരും. ആ താടകയുടെ മുന്നിൽ നിന്ന് എങ്ങനെയൊക്കെയാ രക്ഷപ്പെടുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതല്ല സാറേ, പിന്നെ? വിധവാ പെൻഷനുള്ള അപേക്ഷ തരാൻ വന്നതാ. ഓ, വിധവാ പെൻഷനുള്ള അപേക്ഷ. എന്റെ പൊന്നു കൊച്ചി, അത് ഇവിടെ അല്ല തരേണ്ടത്. അത് ഭാര്യമാരില്ലാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് കൊടുക്കും. സാർ ഇത് ഏത് ടേബിളിൽ കൊടുക്കണമെന്നൊന്ന് പറയോ? ഓ, ഏത് ടേബിളിൽ? ആ. ആ, ഇവിടെ വർക്ക് ഉണ്ട്, ദാണ്ട് ആ ടേബിളിലോട്ട് കൊണ്ടു കൊടുപ്പോ. ഓ ഓ, സർ, നമസ്കാരം സർ. നമസ്കാരം. സാർ, എന്താ രാവിലെ? സാർ എന്റെ വിധവാ പെൻഷനുള്ള അപേക്ഷയാ. വിധവാ പെൻഷന്റെ അപേക്ഷയാണ്. ആ. ഇങ്ങോട്ട് നോക്കട്ടെ. കണ്ണാടി എന്ത് വെള്ളെടുത്തായോണ്ടേ അതും വെള്ള പേപ്പറിൽ എഴുതിക്കൊണ്ടൊന്ന് വലിയ പാടാ വായിക്കാൻ. ഓ, ആ പേര്? അമ്പിളി. ഭർത്താവിന്റെ പേര്? അമ്പിളി. എന്താ ഇയാളെ തന്നെ കല്യാണം കഴിക്കുമായിരുന്നു? അല്ല, എന്റെ ഭർത്താവിന്റെ പേര് അമ്പിളിക്കുട്ടൻ എന്നാ. ആഹാ. വീട്ടുപേര്? പനമ്പിളി നഗർ, മുത്തടുത്ത് ഹൗസ്, തിരുവനന്തപുരം, പിന്നെ 68001. എന്നാ പിന്നെ ഇയാളെ നിങ്ങൾ വായിച്ചു. അയ്യോ സാർ എന്നോട് പേര് ചോദിച്ചില്ലേ, അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പയ്യെ തപ്പി പിടിച്ചൊന്ന് വായിച്ചു വരുമല്ലായിരുന്നു. അല്ല സാർ അധികം തപ്പണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്. ഓയേ എന്താ സാറേ? നീ വന്നടാ പോയി. ഓ, നീ വന്നേ. ആ, ഇത് മൊത്തം പ്രശ്നമാണോ ഇത്? എന്ത് പ്രശ്നം? ഇവിടെ ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞ്. ആ, എന്നിട്ട് അവൾ ഇപ്പോഴാണോ അപേക്ഷ എഴുതിക്കൊണ്ട് വന്നേക്കുന്നത്? വിധവാ പെൻഷനുള്ള 10 വർഷം കഴിഞ്ഞ്. ആ? ഇത് ശരിയാവത്തില്ല എന്റെ കൊച്ചെ, ഇത് ശരിയാവത്തില്ല. ഈ തോന്നുമ്പോ ഇങ്ങോട്ട് ഓടി വന്ന കാര്യം സാധിക്കാനേ ഇത് ടോയ്ലറ്റ് ഒന്നും അല്ല കേട്ടോ. അയ്യോ സാർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? എന്ത്? ഇയാളെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞില്ലയോ? എന്നിട്ട് ഇയാൾ ഇപ്പോഴാണോ അപേക്ഷ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്? അതിന് അയാളൊന്ന് ചത്ത് കിട്ടണ്ടേ? ഇയാളത് പറയാ എവിടെ ആയിരുന്നോ? ജയിലില്. എന്തോ അതിന്? ഈ ഭർത്താവിനെ തല്ലി കൊന്നിച്ച് ഞാൻ ജയിലിൽ പോയിക്കാം. എനിക്കൊന്നും അറിയണ്ട, നിങ്ങൾക്ക് ഇത് ശരിയാക്കി തരാൻ പറ്റോ ഇല്ലയോ? പറ്റുവേ. ഞാൻ പറഞ്ഞു ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ ഉള്ളത്. ജയിലിൽ പോയ കുഞ്ഞല്ലിയോടാ ഇത്. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? ഈ എല്ലാ കുഴപ്പവും ഇപ്പൊ ഞാൻ പരിഹരിച്ചു തരാമെന്ന് സമാനപ്പെട്ട് നിൽക്കേ. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടുണ്ട്. ഓക്കേ. ഓക്കെ ഇനി ഒരു Thank you. പ്രശ്നമില്ല. പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. Okay, thank you, എങ്ങനെ sir. വന്നേ? ഞാൻ ബസ്സിനാ വന്നത്. ആ അതെനിക്ക് മനസ്സിലായല്ലോ. സാർ, ഇവിടുന്ന് നക്കിയായി പോയി. ഓട്ടോറിക്ഷ പിടിച്ചു പോയിക്കോ. അയ്യോ കിട്ടുവാണെ ഫ്ലൈറ്റും പിടിച്ചു അയ്യോ പോയിക്കോ. വേണ്ടായിരുന്നു സാറേ. ഓക്കേ എന്നാ. നന്ദി സാർ. അയ്യോ നന്ദി ഒന്നും വേണ്ട, അതൊക്കെ ജയിലിൽ ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തു. ആയിക്കോട്ടെ. സാറേ, എന്താടു? സാർ എന്ത് പണിയാ സാറെ കാണിച്ചു വെക്കുന്നത്? സാർ പറഞ്ഞ വാക്ക് ആദ്യം പാലിക്കണം. എന്താടു? ഏത് മനുഷ്യരും സാർ ഞാൻ എത്ര ഇവിടെ സാറിനെ നോക്കി. സാർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. ആണോ? സാർ എന്നോട് എന്തോ പറഞ്ഞേ? ഞാനെന്തോ പറഞ്ഞു? സാറൊന്നും പറഞ്ഞില്ലേ? ഇയാൾ പറഞ്ഞു. ഇതില് ചോദിക്കട്ടെ, ഈ സാറ് പറഞ്ഞ നിങ്ങളെല്ലാം കേട്ടതാണോ? കേട്ടതല്ലേ? സാർ കേട്ടല്ലേ? എന്നോട് പറഞ്ഞ് എല്ലാ പേപ്പറിന്റെ ഫോട്ടോ സ്റ്റാറ്റുമായിട്ട് മണ്ടേ വരാൻ പറഞ്ഞാണോ? നിങ്ങൾ കേട്ടാണോ? പറഞ്ഞാണോ? ആണല്ലോ. പറഞ്ഞാണോ? ഈ കരിമ്പയിരുത്ത് ഈ ബിൽഡിങ്ങിന്റെ 3ാമത്തെ നിലയിൽ ആ മണ്ടയ്ക്ക് വന്ന് മണിക്കൂറായിട്ട് ഞാൻ നിൽക്കും. നിങ്ങൾക്കറിയാമോ? ആണോ? കേടോ, ആ മണ്ടയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഏത് മണ്ട? തിങ്കളാഴ്ച മണ്ടേ അന്ന് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. അതെ സാറേ, ഒരു കാര്യം ചോദിച്ചിട്ട്, ആക്ച്വലി ഈ തിങ്കളാഴ്ചക്ക് മൺഡേ എന്നാണോ പറയുന്നത്? പോണായിരുന്നു സാറേ, എത്രയും പെട്ടെന്ന് വരണം. മഴ വരുന്നു. കുഞ്ഞവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അയ്യോ. നീ നേരത്തെ പോകണ്ട. അതുകൊണ്ടാ. ആരൊറ്റയ്ക്കേ ഉള്ളു? കുഞ്ഞവിടെ ഒറ്റയ്ക്ക് ഉള്ളെന്ന്. ഇയാൾക്ക് മാത്രം ഉള്ളോടോ കുഞ്ഞ്? ആ, ഇത് എനിക്ക് കുഞ്ഞില്ലയോ? ഉണ്ട്. ഇവന് കുഞ്ഞില്ലയോ? ഉണ്ട്. എന്റെ അളിയന് ഗോപിക്കുണ്ട് ഒരു 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞ് അവന്റെ അല്ലെന്ന് ഇപ്പൊ അവൻ പറയുന്നത്. എങ്ങനെ? എന്റെ അളിയൻ ഗോപിക്ക് 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് അവന്റെ അല്ല, അതിന്റെ കിഴക്കെ താമസിക്കുന്ന ഒരു വായി നോക്കിയുണ്ടല്ലോ, അവന്റെ കുഞ്ഞ്. ആ ഗോപിയുടെ കുഞ്ഞെന്നപ്പോ ഗോപി പറയുന്നത്. സാർ അതിന് കാരണം എന്നാ സാർ? അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അത് ഇവിടെ അവന്റെ വീടിന് നേരെ കിഴക്ക് വശത്ത് താമസമില്ലയോ ഒരു ഫ്രാഡ്, അവന്റെ കുഞ്ഞാണ്. ആ ഗോപിയുടെ കുഞ്ഞ് അവന്റെ കുഞ്ഞാന്നപ്പോ ഗോപി പറയുന്നത്. എന്റെ സാറേ, അവൻ ഫ്രാഡാന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? അവന് മീശയില്ല.
അവന് മീശ ഉണ്ടോ? ഇല്ല. ഈ കുഞ്ഞിന് മീശ ഉണ്ടോ? ഇല്ല. അതാ പറഞ്ഞത് ഇത് ഗോപിയുടെ കുഞ്ഞല്ല, ആ കിഴക്കേ വീട്ടിൽ അവന്റെ കുഞ്ഞാന്നാ ഇപ്പൊ എന്റെ അളിയൻ പറയുന്നത്. സാർ ഇത്ര മണ്ടനായി പോയില്ല സാറേ. സാറേ 3 മാസം പ്രായ കുഞ്ഞിന് മീശ ഉണ്ടാവുമോ? അല്ല ഉണ്ടാവും. ഇത് മോളോടുന്നു. ഏ? എന്റെ പെങ്ങളെ കെട്ടിച്ചിട്ട് ആ. അങ്ങ് തകഴിയില്ല. ആ. ഞാൻ അവൾ ഒരു ദിവസം പെങ്ങളുടെ വീട്ടിൽ അവിടെ ചെന്ന് ആ. ആ തകഴിലെ പെങ്ങളുടെ വീട്ടിൽ നേരെ വടക്കേ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞ് ആ. ഏകദേശം 3 വയസ്സ് പ്രായമുള്ളൂ. ആ. പക്ഷെ അവന് കണ്ട് ഇത്രയും മീശ എന്നിട്ട് ഇത്രയും താടിയുണ്ട്. അവനെ സിനിമ കളിച്ചിട്ടുണ്ടോ നാട്ടുകാർ പറയുന്നത്? ഇത്രയും മീശയും ഇത്രയും താടി. ആ ഒരു കൊച്ചു കുഞ്ഞ് 3 മാസം. ആ. എന്റെ സാറേ 46 വയസ്സ്. അവന് അത്ഭുത ദീപ സിനിമയിൽ അഭിനയിച്ച ശശാങ്കനാണ്. ഇത്ര മണ്ടനായി പോയില്ല സാറേ. എത്രയും പെട്ടെന്ന് സാധനം കൊണ്ടിട്ടുണ്ടോ? സാറിനെ എല്ലാം കൊണ്ടുവന്നു. റേഷൻ കാർഡിന്റെ റേഷൻ കാർഡ് ഇവിടെ ഒറിജിനൽ ഇയാടെ കൈ വെച്ചു. ഒറിജിനൽ. എന്റെ ഫോട്ടോ സ്റ്റാറ്റ് ആ ഫോട്ടോ അതിനകത്തുണ്ട്. തിരിച്ചുള്ള കാർഡിന്റെ തിരിച്ച കാർഡ് ഒറിജിനൽ കൈ വെച്ചു. ആ എന്റെ ഫോട്ടോ സ്റ്റാറ്റ് മാത്രം ഇട്. ആ എടുത്ത് ജാതി തെളിവ് സർട്ടിഫിക്കറ്റ് ജാതിൽ ഉണ്ട് ഒറിജിനൽ. ഒറിജിനൽ ഉണ്ടോ? ആ. അത് ഇയാളെ കൈ വെച്ചു. ആ എന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി കിട്ടുക. ഫോട്ടോ സാറ്റ് വെച്ചിട്ടുണ്ട് സാർ. ആ ഇത്രയും സാധനം മതിയല്ലോ. മതി. ഇങ്ങനെ നോക്കട്ടെ. അല്ല എല്ലാം ഉണ്ട് സാർ. സാർ ഫോട്ടോ എല്ലാം ഉണ്ടല്ലോ. എല്ലാം 1 2 3 വരുവാ. ആ ആ സാർ ഉണ്ട് എല്ലാം. ഒറിജിനൽ എല്ലാം എടുത്ത് മാറ്റിയോ? എല്ലാം എല്ലാം. ഫോട്ടോ സ്റ്റാറ്റ് ഉണ്ടല്ലോ. ആ ആ എന്നാ ശരി, എന്നാ പോയിക്കോ. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാ പൈപ്പിലെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാം. ഓക്കെ ശരി. വളരെ സാറിന് ദൈവം നമ്പരാണ്. നീ വന്നേ. നീ വന്നെങ്കിൽ ആ 2000 രൂപയുടെ കേസ് പറഞ്ഞില്ലായിരുന്നു? ആ 2000 രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്? ആ ഉണ്ട്. ആ എടുത്ത്. അല്ല ഞാൻ തിരക്കിനിടയിൽ ആ അത് മറക്കാതിരിക്കല്ലോ. ഞാൻ ഇയാളെ വിചാരിക്കുവേ ഇത് എനിക്ക് മാത്രം വിധിക്കാനുള്ളതല്ല. ഈ വില്ലേജ് ഓഫീസിലെ തൂപ്പുകാരി മുതൽ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. ഇവന് കൊടുക്കണം, തൂപ്പുകാരിക്ക് കൊടുക്കണം, എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കേണ്ടതായത് കേട്ടോ. എന്താണ് 2000 രൂപയുടെ ഫോട്ടോ സ്റ്റാറ്റ്? അല്ല സാറിന് ഫോട്ടോ സ്റ്റാറ്റ് പോരെ. അപ്പൊ ഒറിജിനലോ? ഒറിജിനൽ എന്റെ കയ്യിലുണ്ടെന്ന്.